അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് വന്നിട്ടുള്ളത് ഏറ്റവും പുതിയ ഹോണ്ടയുടെ അമേസ് ജെൻ 3 റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ജെൻ 1 ഏതാണെന്ന് അറിയോ? ഇതാണ് ആക്ച്വലി ജനറേഷൻ 1 ഉണ്ടായിരുന്ന ഒരു അമേസ്. ഇതായിരുന്നു ഫസ്റ്റ് മോഡല്. നമ്മുടെ ബ്രിയോ എൻ്റെ അതേ ഡിസൈനായിരുന്നു വാഹനം. പിന്നെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് ജെൻ 2 ആയിരുന്നു. ഇത് കുറച്ചുകൂടി ഒരു സ്പോർട്ടി സ്ലീക്ക് ഡിസൈൻ. ഈ ഒരു ജനറേഷൻ 1-നെക്കാട്ടിലും കുറച്ചുകൂടി ഒരു സ്പോർട്ടിയർ ലുക്കായിരുന്നു ഈ ജനറേഷൻ 2-ന് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മുടെ അടുത്തുള്ളത് ജനറേഷൻ 3 ആണ്. ഇതാ ഇവിടെയുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി ഓട്ടോമാറ്റിക് ഗിയർ ബോക്സാണ്. 7 സ്പീഡ് CVT ഗിയർ ബോക്സാണ്. എന്നാൽ ഇത് നമ്മുടെ 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സാണ് വരുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്തൊക്കെ കമ്പാരിസൺ ആണ്, എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഒരു ജനറേഷൻ 2-ന്ന് ജനറേഷൻ 3-ലേക്ക് വന്നിട്ടുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് വാഹനത്തിന് കീ വരുന്നത്. വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. ഫ്രണ്ടിലത്തെ ഒരു ഫാസിയ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം എലിവേറ്റ് ഇൻസ്പയർഡ് കുറച്ചുകൂടി ഈ ഒരു മോഡൽ ജനറേഷൻ 2-നെക്കാട്ടിലും കുറച്ചുകൂടി അപ്ലിഫ്റ്റ് ചെയ്തൊരു ഡിസൈനാണ് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടിയും കാണാം ബോൾഡ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഹോണ്ടയുടെ വലിയൊരു ലോഗോ കാണാം. പിന്നെ ആ ഒരു റേഡിയേറ്റർ ഗ്രില്ലും, പിന്നെ നമുക്ക് ഇവിടെ LED ഹെഡ് ലാമ്പ്സ് വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഫോഗ് ലാമ്പും, പിന്നെ ഈ ഒരു ക്രോമിയം ട്രീറ്റ്മെൻറ്റ് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഒരു ബ്ലാക്ക് മാറ്റ് ഫിനിഷാണ്, ഒരു സ്പോർട്ടിയർ ലുക്ക് കൊടുക്കുന്നുണ്ട്. മറ്റേ വണ്ടിയിൽ മുന്നത്തെ ജനറേഷനിലാണ് ഒരു ക്രോമിയത്തിന് ഇങ്ങനത്തെ ഒരു ലെയർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ഡൗൺ കുറച്ച് താഴത്തേക്കുള്ളൊരു പൊസിഷനാണെങ്കിൽ ഇത് കുറച്ചുകൂടി മുകളിലേക്ക് കുറച്ച് താഴത്തേക്കാണ്, എന്നാലും കുറച്ചുകൂടി അപ്ലിഫ്റ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടി ലുക്ക് ആയിട്ടുണ്ട്. നമ്മുടെ എലിവേറ്റ് ഇൻസ്പയർഡ് ഗ്രില്ലാണ് ഫ്രണ്ടിൽ വരുന്നത്. പിന്നെ നമുക്ക് ഈ എയർ ഡാം കാണാൻ അത്യാവശ്യം നന്നായിട്ടുണ്ട്. കുറച്ചുകൂടിയും എന്താ പറയുക ഒരു അഗ്രസീവ് ലുക്കാണ് ഈ വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ക്രോമിയത്തിൻ്റെ ഒരു സ്ട്രൈപ്പ് കാണാം. അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ സെയിം IVTEC പെട്രോള് 1.2 ലിറ്റർ 90 PS ഓഫ് പവറാണ് പ്രൊഡ്യൂസ് ചെയ്യുക. അതുപോലെ തന്നെ 110 Nm ഓഫ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന എഞ്ചിനാണ്. സെയിം എഞ്ചിനിലൊന്നും കാര്യമായിട്ട് വ്യത്യാസം വന്നിട്ടില്ല. ലുക്കിലാണ് മെയിൻലി വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ലെവൽ 2 അഡാസ് വരുന്നുണ്ട്. ലെവൽ 2 അഡാസ് എന്ന് പറഞ്ഞാൽ ഇതിൽ 6 മെയിൻ ഫീച്ചേഴ്സാണ് വരുന്നത്. അതായത് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ, പിന്നെ ലെയിൻ മിറ്റിഗേഷൻ സിസ്റ്റം, അങ്ങനത്തെ 6 ഫീച്ചേഴ്സാണ് ഇതിൽ വരുന്നത്. അഡാസ് പറഞ്ഞാൽ ഹോണ്ടയ്ക്ക് നമുക്കറിയാമല്ലോ, ഹോണ്ട സെൻസിങ് പറഞ്ഞിട്ടൊരു അഡാസ് ലെവൽ, അതായത് അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ഒരു വാഹനത്തിനും അഡാസ് വരുന്നില്ല എക്സെപ്റ്റ് ദി ഹോണ്ട അമേസ്. അപ്പോൾ ഇത് ആക്ച്വലി ജനറേഷൻ 3 ആണ്. കാണാൻ ഈ ഒരു റെഡ് നമുക്ക് 6 കളറിലാണ് വരുന്നത്. വൈറ്റ്, ഒരു സിൽവർ കളർ, പിന്നെ ഗ്രേ, ബ്ലൂ അതൊരു ന്യൂ അഡീഷൻ കളറാണ്. പിന്നെ ഒരു ബ്രൗൺ കളർ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു റെഡ് കളറും വരുന്നുണ്ട്. ഈ റെഡ് കളറും ബ്ലൂ കളറൊക്കെ കാണാൻ നല്ല അട്രാക്റ്റീവ് ആയിട്ട്. ഇതാണ് ബ്ലൂ കളറ്. കണ്ടോ, കുറച്ചുകൂടി ഒരു ബോൾഡ് ഡിസൈൻ കൊടുക്കുന്നുണ്ട്. എലിവേറ്റിൻ്റെ ഒരു ഫ്രണ്ട് ഫാസി ആയ കാരണം തന്നെ നമുക്ക് മനസ്സിലാവും കുറച്ചുകൂടി ഒരു ബോൾഡ് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് സൈഡിലോട്ട് വരികയാണെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നതെന്ന് വെച്ചാൽ കുറച്ചുകൂടി പവർ ലൈൻ കൊടുക്കുന്നത്. അതായത് ആക്ച്വലി നമ്മുടെ സിറ്റിയിൽ കണ്ടിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ സെയിം ഈ വാഹനത്തിൽ വരുന്നുണ്ട്. നമ്മളിത് രണ്ടും കൂടി നോക്കുകയാണെങ്കിൽ ഏകദേശം സെയിം സിമിലർ ഡിസൈൻ തന്നെയാണ് രണ്ടിൻ്റെയും സൈഡ് വശം നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാൻ ഒന്നുകൂടി നേരെ കാണിച്ചു തരാം. എന്താ ഏകദേശം ആ ഒരു കുറച്ചൊരു കേവി ഡിസൈനാണ് രണ്ട് വാഹനത്തിനും വരുന്നത്. ഇനി നമ്മൾ വാഹനത്തിൻ്റെ അടുത്തിലേക്ക് പോവാം. നമുക്ക് വീല് മാറ്റം വന്നിട്ടുണ്ട്. മീൻസ് സൈസിൽ മാറ്റമല്ലേ, 15 ഇഞ്ച് വീൽസ് തന്നെയാണ് വരുന്നത്. എന്നാൽ കുറച്ചുകൂടി സ്പോക്ക് ഡിസൈൻ മാറിയിട്ടുണ്ട് പഴയ അമേസിൽ നിന്നും. പിന്നെ അത് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇൻറ്റീരിയേഴ്സ് വരുന്നത്. ഇൻറ്റീരിയേഴ്സിലേക്ക് നമുക്ക് വരാം. എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ സാധാ ഈ ഒരു അമേസിൽ നിന്നിട്ട് മാറ്റങ്ങളെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി പിന്നോട്ട് വരികയാണെങ്കിൽ അതാ സിറ്റി തന്നെ, നമ്മുടെ സിറ്റി ഇൻസ്പയർഡായ റിയർ ലൈറ്റ്സ് ആണ് വരുന്നത്. LED റിയർ ലൈറ്റ്സ്, പിന്നെ നമുക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സും റിവേഴ്സ് ലൈറ്റിലൊക്കെ ഹാലജൻ ആണ് വരുന്നത്. പിന്നെ ഒരു ക്രോമിയൻ്റെ സ്ട്രൈപ്പ് നമുക്ക് കാണാം. ഇത് ചെറുതായിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്, ആക്സസറി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഇൻറ്റീരിയർസിലേക്ക് പോയാൽ നമ്മുടെ ആംബിയൻ ലൈറ്റിംഗ് ആ സംഭവമൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് അമേസിൻ്റെ ബാഡ്ജിങ് കാണാം, ഹോണ്ടയുടെ ലോഗോ, IVTEC ബാഡ്ജിങ്. ഇവിടെയും അമേസിൻ്റെ ബാഡ്ജിങ് അതേപോലെ തന്നെ ആയിരുന്നു. അതെ, അമേസിൻ്റെ ബാഡ്ജിങ് അതേപോലെ തന്നെ ആയിരുന്നു. ഹോണ്ടയുടെ ലോഗോ ആ ഒരു ഓപ്ഷനൊക്കെ അവിടെ വന്നിരുന്നു. ഈ ഒരു ലൈറ്റ് ഒന്നുകൂടിയും റീഫർബിഷ്ഡ് ആക്കിയിട്ട് ഒന്നുകൂടി ഫ്രഷ് ലുക്ക് കൊടുക്കുന്നുണ്ട് വാഹനത്തിന്. പിന്നെ നമുക്ക് ഷാർക്ക് ഫിൻ ആൻറ്റീന വരുന്നുണ്ട്. അതിപ്പോൾ നമ്മുടെ ഏർലിയർ വാഹനത്തിലും വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ബൂട്ടൊന്ന് തുറക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടാണ് തുറക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു ക്യാമറ വരുന്നുണ്ട്, റെയർ ക്യാമറ വരുന്നുണ്ട്. പിന്നെ പാർക്കിംഗ് സെൻസസ് അതെ വരുന്നുണ്ട്. 416 ലിറ്റർ ബൂട്ട് സ്പേസാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു സെഗ്മെൻറ്റിൽ തന്നെ ബെസ്റ്റ് ബൂട്ട് സ്പേസാണ് ഈ അമേസിൽ വരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിറ്റി ഇൻസ്പയർഡ് ആയത് കണ്ട് തന്നെ നമ്മുടെ റിയർ ലൈറ്റ്സ് കുറച്ചുകൂടിയും കാണാൻ ഒരു എന്താ പറയുക കുറച്ചുകൂടി പ്രീമിയം ലുക്ക് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർസിലേക്ക് പോകാം. പുറത്തുനിന്ന് നോക്കുകയാണെങ്കിൽ എത്രയൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു ക്രോമിയൻ്റെ ഒരു ബീഡിങ് കാണാം. എന്നാൽ നമ്മുടെ ഈ ഒരു വാഹനത്തിൽ വന്നിട്ടില്ല. അതാണ് നമ്മുടെ എക്സ്റ്റീരിയേഴ്സ് എന്നുള്ള മാറ്റങ്ങൾ. പിന്നെ ഒന്നുകൂടിയിട്ട് ഇവിടെ ഒരു ചെറിയൊരു മറ്റേ ഒരു പവർ ലൈൻ പോലെ ഡിസൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടില്ല. ഓക്കെ, നമുക്കിനി ഇൻറ്റീരിയർസിലേക്ക് കടക്കാം.
പിന്നെ ഇതിൽ എന്താണെന്ന് വെച്ചാൽ സെഗ്മെൻറ്റ് ഫസ്റ്റായിട്ട് നമുക്ക് വാഹനം എൻജിൻ നമ്മൾ ഈ റിമോട്ട് ഉപയോഗിച്ചിട്ട് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്. അതെന്താ ഞാൻ ലാസ്റ്റിൽ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇൻറ്റീരിയൽസിലേക്ക് പോവാം. ഇത് അൺലോക്ക് ചെയ്യാവുന്ന ബട്ടൺ. ഓക്കെ, നമുക്ക് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ അല്ല വരുന്ന സീറ്റ്. റിയറിലേക്ക് ആക്കി കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം ഒരു മിനിറ്റ്. ഇതാ പണ്ടത്തെ സ്റ്റിയറിംഗ് ഇങ്ങനെയായിരുന്നു, ഇൻറ്റീരിയേഴ്സ് ഡാഷ്ബോർഡൊക്കെ നോക്കിയോളൂ ഇങ്ങനെയായിരുന്നു. എന്നാൽ എല്ലാ സാധാ മോഡലുകൾ, അത് എലിവേറ്റും സിറ്റിയിലും വരുന്ന അതേ സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഒരു ഫ്രഷ് ലുക്ക് കൊടുക്കുന്നുണ്ട്. നമുക്കിവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ഇത് നേരത്തെ പറഞ്ഞ പോലെ 7 സ്പീഡ് CVT ഗിയർ ബോക്സ് ആണ്. ഒരു ആഡ് ഓൺ വളരെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ വാഹനത്തിൽ CVT വരുന്നുണ്ട്. ഈ ഒരു കോമ്പറ്റീറ്റേഴ്സിന് ആക്ച്വലി ആ ഒരു സംഭവം വരുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു അമേസിനെ കുറച്ചുകൂടി എന്താ പറയുക ഒരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഇത് വാഹനത്തിൽ ഡോർ അടയ്ക്കാം. ഇവിടെയൊക്കെയാണ് മറ്റേ പവർ വിൻഡോൻ്റെ ബട്ടൺ വരുന്നത്. ലോക്കാക്കുള്ളൊരു ഓപ്ഷനും ഹോണ്ടയുടെ ലോഗോ വണ്ടി സ്റ്റാർട്ട് ചെയ്ത കാരണം വരുന്നു. നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ചാവി അതെ ഇവിടെയാണ്, അല്ല ഇതല്ല, ഇവിടെയാണ് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സെമി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് വരുന്നത്. 7 ഇഞ്ചിൻ്റെ സെമി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് വരുന്നത്. ഇത് നമുക്ക് ആക്ച്വലി ഇതിൽ വലിയ സാറ്റിസ്ഫൈയിങ് ആയൊരു കാര്യമില്ല കേട്ടോ. പുതിയ വണ്ടികളുടെ ഈ ഒരു സ്റ്റിക്കർ ആക്ച്വലി റിമൂവ് ചെയ്യാതെ. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ആക്ച്വലി 8 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് വരുന്നത്. നമുക്ക് ബ്ലൂടൂത്ത് പെയർ ഓപ്ഷനും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ തന്നെ റിവേഴ്സ് ക്യാമറ ഞാൻ കാണിച്ചു തരാം. റിവേഴ്സിലിട്ട് കഴിഞ്ഞ് ഇതിൽ നമുക്ക് ഗൈഡ് ലൈൻസും എല്ലാം വരുന്നുണ്ട്. ചിലപ്പോൾ ക്യാമറയിൽ ഫ്ലിക്കർ അടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം ഡീസൻ്റ് ആയ ഒരു ക്യാമറയാണ്. അത്യാവശ്യം ഈ ഒരു പുല്ല് അളകണത് നമുക്ക് അറിയാൻ പറ്റും. വലിയ ഒരു ക്ലാരിറ്റി ലാഗൊന്നും വരുന്നില്ല. അത്യാവശ്യം നല്ലൊരു ക്യാമറയാണ്. പിന്നെ നമുക്ക് 3 ഓപ്ഷൻസാണ് വരുന്നത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു ആംഗിൾ അറിയാൻ വേണ്ടിയിട്ട്. നമുക്ക് പീലിട്ട് കഴിഞ്ഞിട്ട് ഇവിടെ ഗിയർ ബോക്സ്, അതുപോലെ തന്നെ ഇവിടെ മറ്റേ വയർലെസ് ചാർജിങ് സിസ്റ്റം, 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട്, പിന്നെ ഇവിടെ USB ചാർജർ പോർട്ട്സ് വരുന്നുണ്ട്. ഇത് വയർലെസ് ചാർജർ ഓഫ് ആക്കാൻ ഓൺ ആക്കുന്ന ഒരു ഓപ്ഷനാണ്. പിന്നെ നമുക്കിവിടെ ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഈ വാഹനത്തിൽ വരുന്നുണ്ട്. ഹോണ്ട സെൻസിങ്ങിൻ്റെ അഡാസ് ബന്ധമായിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ AC ഒക്കെ നല്ല കൂളിംഗ് ആണ്. ഈ ഒരു ഇൻറ്റീരിയേഴ്സ് മറ്റേ പഴയ അമേസിൽ നിന്നും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ നമുക്കിവിടെ ഒരു ക്രീം കളർ കൊടുത്തിട്ട് കാണാനുള്ള ഭംഗിയിൽ ഒരു ആഷ് ട്രീറ്റ്മെൻറ്റും ലൈനിങ് ഒക്കെ കൊടുത്ത കാരണം. പിന്നെ ആംബിയൻ ലൈറ്റിംഗ് ആക്ച്വലി ഫിറ്റഡ് ആണ്, അതായത് ആക്സസറി ആയിട്ടാണ് വരുന്നത്. പിന്നെ AC വെൻസ്, ഹസാർഡ് ലൈറ്റ്സിൻ്റെ ഓപ്ഷൻ ഇവിടെയാണ് വരുന്നത്. ഓട്ടോ AC വരുന്നുണ്ട്, ഓൺ ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ. അത്യാവശ്യം നല്ലൊരു ഡാഷ്ബോർഡാണ്, കുറച്ചുകൂടി പ്രീമിയം ലുക്ക് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു ടെക്സ്ചേർഡ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ട്വീറ്റേഴ്സ് കാണാം. അത് അറൗണ്ട് 6 സ്പീക്കേഴ്സാണ് ഈ വാഹനത്തിൽ വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് മൾട്ടിമീഡിയ ഓപ്ഷൻസ് വരുന്നുണ്ട്. കോൾ അറ്റൻഡ് ചെയ്യാനും ഡിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻസ്, വൈപ്പറിൻ്റെയും ആ ഒരു സംഭവത്തിൻ്റെ ബട്ടൺസ്, പിന്നെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ടേൺ ലൈറ്റ്സും ആ സംഭവം. പിന്നെ നമുക്ക് പാഡിൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട് ഫോർ എ മോർ സ്പോർട്ടിയർ ഡ്രൈവിംഗ്. നമുക്ക് ഹോൺ ഒന്ന് അടിച്ച് നോക്കാം. സെയിം ഹോൺ തന്നെയാണ് നമുക്ക് വരുന്നത്. പിന്നെ സ്പീഡോമീറ്ററിനെ പറ്റിയിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഈ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ ആംബിയൻസ് ലൈറ്റിങ്ങിൻ്റെ ഓപ്ഷനാണ്. പിന്നെ ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം, ഹെഡ് ലൈറ്റ് അഡ്ജസ്റ്ററാണ് വരുന്നത്. ഇനി നമുക്ക് റിയറിലേക്ക് പോകാം. സീറ്റ് കംഫർട്ടബിൾ ആണ് അത്യാവശ്യം. വലിയ മാറ്റങ്ങളൊന്നുമില്ല. നമ്മുടെ പണ്ടത്തെ ഒരു അമേസിൽ നോക്കുകയാണെങ്കിൽ വലിയ ചേഞ്ചസ് വന്നിട്ടില്ല എന്ന് പറയാം. സീറ്റിൻ്റെ പൊസിഷനിങ് ആ ഒരു സംഭവങ്ങളിൽ. പിന്നെ നമുക്കിവിടെ മിറർ കാണാം, മിഡിൽ റിയർ വ്യൂ മിറർ, പിന്നെ റീഡിങ് ലൈറ്റ്സ്. പിന്നെ ഇതിൽ നമുക്ക് വാനിറ്റി മിറർ വരുന്നുണ്ട്. ഇതിൽ വരുന്നുണ്ടോ? യെസ്, ഇതിൽ നമുക്ക് വരുന്നുണ്ട്. ഇത് ആക്ച്വലി ഇല്ല, ലൈറ്റ്സ് ജസ്റ്റ് ഒരു ഫാൻസിക്കാണെന്ന് തോന്നുന്നു. ഇതെന്താണ്? ഇല്ല, ഒന്നുമില്ല. ഓക്കെ, നമുക്കിത് നടച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു ലൈറ്റിൻ്റെ സിസ്റ്റം വരുന്നുണ്ട്. ഇനി നമുക്ക് റിയറിലേക്ക് പോവാം. ഈ ഒരു സംഭവം അടയ്ക്കാം. ഓക്കെ, ഇത് ആക്ച്വലി ഒരു പ്രൊട്ടക്റ്റീവ് ഷീറ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വെയിലൊന്നും ആ ഒരു റേഡിയേഷൻ പ്രശ്നമൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം. ഇനി നമുക്ക് റിയറിലേക്ക് പോയാലോ. റിയറിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഹെഡ് റൂമാണ് വരുന്നത്. ആക്ച്വലി ഇതിൻ്റെ ഒരു കോമ്പറ്റീറ്റർ ഡിസയറിനെക്കാളും ഇച്ചിരി കൂടുതലാണ് ഈ ഒരു ഹെഡ് റൂം ഹെഡ് സ്പേസ് വരുന്നത്. പിന്നെ തൈ സപ്പോർട്ട് വലിയ കുഴപ്പമില്ല, കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിരുന്നെങ്കിൽ നന്നായിരുന്നു. ലെഗ് റൂം നല്ല ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സീറ്റ് ഞാൻ ഏറ്റവും പിന്നിക്ക് ആക്കിയിട്ട് പോലും ലെഗ് റൂം കണ്ടില്ലേ. എന്നാൽ അതിൻ്റെ ഒരു കോമ്പറ്റീറ്റേഴ്സിൽ ഞാൻ ഇരുന്ന് നോക്കിയപ്പോൾ കുറച്ച് അടുത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കൺവീനിയൻസിനായിട്ട് നമുക്ക് റിയർ AC വെൻസ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. കപ്പ് ഹോൾഡർ അല്ല, ബോട്ടിൽ ഹോൾഡർ എന്ന് വേണമെങ്കിൽ പറയും. ഹാൻഡ് ബ്രേക്കിൻ്റെ പൊസിഷൻ, അതുപോലെ തന്നെ ഫോണൊക്കെ വെക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ വരുന്നുണ്ട്. ആക്ച്വലി ഒരു റിയർ AC വെൻ്റ് അല്ല, റിയർ വയർ ചാർജർ ആക്ച്വലി വെക്കായിരുന്നു. അതാ ഉണ്ടല്ലോ,
12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് പോർട്ട് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഒരു കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഹ്യുണ്ടായുടെ ഓറ വരുന്നുണ്ട്, പിന്നെ മാരുതി സുസുക്കിയുടെ ഡിസയർ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് സൈഡത്തെ ഡോർസ്, ഹാൻഡിൽസ് വരുന്നത്. ഒരു ആഷ് ട്രീറ്റ്മെൻറ്റാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു കംഫർട്ടബിൾ സീറ്റ്സാണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ അഫോർഡബിൾ സെഗ്മെൻറ്റാണ് ഈ ഒരു വാഹനം വരുന്നത്. പിന്നെ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് വിത്ത് ഹാൻഡ് റെസ്റ്റിൽ കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. അത്യാവശ്യം പ്ലേസ് ചെയ്യാനും സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ നമുക്ക് പിന്നത്തെ സീറ്റ്സ് അതിൻ്റെ ഹെഡ് റെസ്റ്റ് ആക്ച്വലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, എന്നാൽ മുന്നത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെയായിരുന്നു ഈ വാഹനത്തിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ. നേരത്തെ പറഞ്ഞ ഷാർക്ക് ഫിൻ ആൻറ്റിന കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ എങ്ങനെയുണ്ടെന്ന് പറയാം. അപ്പോൾ ഈ ഒരു വാഹനം എങ്ങനെ നമുക്ക് എൻജിൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് അവിടെ കീ വെച്ചിട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇതാ നമുക്ക് LED DRലാണ് ഈ വാഹനത്തിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യാമെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ എങ്ങനെയാണ് വാഹനം നമ്മുടെ ഈ ഒരു റിമോട്ട് കീ ഉപയോഗിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വാഹനം അൺലോക്ക് ചെയ്യുക. അൺലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു റിട്ടേൺ ബട്ടൺ ഇല്ലേ, അത് കണ്ടിന്യൂസ്ലി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ടാവും. കണ്ടോ, വാഹനം സ്റ്റാർട്ടായി. ഇത്ര സിമ്പിളായിട്ടാണ്. ഇനിയിപ്പോൾ ഇത് ഓഫ് ചെയ്യണമെങ്കിൽ ആ ഹസാർഡ് ലൈറ്റ്സ് മിന്നി കഴിഞ്ഞാൽ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ഐവിടെക് എഞ്ചിൻ ഒബ്വിയസ്ലി. അപ്പോൾ നമുക്കിത് ഓഫ് ആക്കണമെങ്കിൽ ഈ ഒരു സംഭവം അമർത്തി പിടിക്കുക. അപ്പോൾ ഹസാർഡ് ലൈറ്റ്സ് മിന്നിയിട്ട് വാഹനം ഓഫാവും. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വാഹനത്തിനെ പറ്റിയുള്ള വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നന്ദി, നമസ്കാരം. ഇതിൽ നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോഴേക്കും ഇറ്റ്സ് മീ പ്രണവ് സൈനിങ് ഔട്ട് വിത്ത് ദി ഓൾ ന്യൂ അമേസ് 3rd Gen, അമേസ് 2nd Gen ആൻഡ് 3rd Gen. അപ്പോൾ നന്ദി, നമസ്കാരം.